വളരെ പ്രധാനപ്പെട്ട സർക്കാർ അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്കെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും വലിയ സാമ്പത്തിക ധനസഹായമായ സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷന്റെ മുടങ്ങിക്കിടക്കുന്ന കുടിശ്ശികകൾ തീർത്ത് വിതരണം ചെയ്യുമെന്ന് സംസ്ഥാന ധനവകുപ്പ് അറിയിച്ചതിന് പിന്നാലെയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഔദ്യോഗിക പ്രഖ്യാപനം എത്തിയിരിക്കുന്നത്. വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ, വിധവാ പെൻഷനുകൾ, ഭിന്നശേഷി പെൻഷനുകൾ, അവിവാഹിത പെൻഷനുകൾ, കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ എന്നിവ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്കാണ് വരുന്ന ആഴ്ച മുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരുക. 26 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും മറ്റുള്ളവർക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീടുകളിലെത്തിയും പെൻഷൻ കൈമാറും. വീടുകളിലെത്തി പെൻഷൻ തുക കൈമാറുന്ന സഹകരണ സംഘം ഉദ്യോഗസ്ഥർക്ക് യാതൊരുവിധ തുകയും ഫീസായി ഗുണഭോക്താക്കൾ നൽകേണ്ടതില്ല എന്ന് ധനവകുപ്പ് വ്യക്തമാക്കി. വിതരണം ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്കുള്ള ഇൻസെന്റീവ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും തുക അനുവദിക്കുന്ന സാഹചര്യത്തിലാണ് വിതരണം ചെയ്യുക. സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ കുടിശ്ശിക വിതരണം, സർക്കാർ ജീവനക്കാർക്കുള്ള ക്ഷാമബത്ത, ക്ഷാമാശ്വാസം, ദൈനംദിന ചിലവുകൾ മറികടക്കൽ എന്നിവയടക്കം വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണങ്ങൾക്ക് കൂടി സംസ്ഥാന സർക്കാർ മുംബൈ ഫോർട്ട് ഓഫീസിലെ ഇക്കുബർ പോർട്ടൽ വഴി കടമെടുപ്പ് ലേലം നടത്തും. ഇതിനു പുറമെ സർക്കാർ പ്രഖ്യാപിച്ച കുടിശ്ശികയടക്കമുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്കായി സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിച്ചും ഫണ്ട് സമാഹരിക്കൽ നടപടികൾ ആരംഭിച്ചു. സംസ്ഥാനത്ത് അവസാനമായി വിതരണം പൂർത്തിയാക്കിയിരിക്കുന്നത് ഏപ്രിൽ മാസത്തിൽ വിഷുവിനോടനുബന്ധിച്ച് വിതരണം ചെയ്ത സാമൂഹിക സുരക്ഷാ പെൻഷനുകളാണ്. ഇവയിൽ തന്നെ പെൻഷൻ തുകയിൽ 200 മുതൽ 500 രൂപ വരെ കുറവ് വന്നിട്ടുള്ള കേന്ദ്രവിഹിതം മുടങ്ങിയിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് ആ ഒരു തുക ഇന്നു മുതൽ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും. മറ്റൊരറിയിപ്പ്, PM കിസാൻ സമ്മാൻ നിധിയുടെ 2000 രൂപ ലഭിക്കുന്നവർക്ക് eKYC ചെയ്തിട്ടുണ്ടെങ്കിലും ചിലർക്ക് KYC എന്ന രീതിയിൽ ഒരു പുനർവേരിഫിക്കേഷൻ എന്ന രീതിയിൽ സന്ദേശങ്ങൾ എത്തിച്ചേരാറുണ്ട്. ഇത്തരത്തിൽ സ്റ്റാറ്റസ് കാണിക്കുന്നവർ വീണ്ടും KYC ചെയ്ത് അക്കൗണ്ട് പുതുക്കിയെടുക്കുക. ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ വേരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കുക. ഇവ പൂർത്തിയാക്കിയവർക്ക് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും 2000 രൂപ വീതം അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും. PM കിസാൻ സമ്മാൻ നിധിയുടെ പുതിയ ഗഡു വിതരണത്തിന്റെ അറിയിപ്പാണ് എത്തിയിരിക്കുന്നത്. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.